പെരുമ്പാവൂർ നിയോജക മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി ജി.ബി പാത്തിക്കലിന് വളയഞ്ചേർക്കരയുടെ മണ്ണിൽ ഉജ്ജ്വല സ്വീകരണം. തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി ജി.ബി പാത്തിക്കൽ വളയഞ്ചേർക്കരയിൽ പര്യടനം നടത്തിയത്. വളയഞ്ചേർക്കര ജംഗ്ഷനിലെത്തിയ പര്യടനത്തിന് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. അനുകൂലികൾ സ്ഥാനാർത്ഥിയെ ഷോളണിയിച്ച് സ്വീകരിച്ചു. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? ഈ ഇതിലെ പോകുന്ന വണ്ടികളുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാം. ടൊയോട്ട, ഹ്യുണ്ടായി, നിസാൻ, 3 കൊറിയൻ കമ്പനികളാണ്. ഈ 3 കൊറിയൻ കമ്പനികൾ ഏതെങ്കിലും ഒരു കമ്പനി ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ നിക്ഷേപം ഇറക്കിയിട്ടുണ്ടോ? തൊട്ടടുത്ത് തമിഴ്നാട്ടിലെ നിക്ഷേപമുണ്ട് അവരുടെ. ടൊയോട്ടയ്ക്ക് പ്ലാന്റ് ഉണ്ട്, ഹ്യുണ്ടായിക്ക് പ്ലാന്റ് ഉണ്ട്, കിയയ്ക്ക് പ്ലാന്റ് ഉണ്ട്, ടാറ്റയ്ക്ക് പ്ലാന്റ് ഉണ്ട്, BMW പ്ലാന്റ് ഉണ്ട്, ഓഡിക്ക് പ്ലാന്റ് ഉണ്ട്. ഒന്ന് ആലോചിച്ച്, ലോകത്തുള്ള ഫോർഡിന് പ്ലാന്റ് ഉണ്ട്. ലോകത്തുള്ള മുഴുവൻ കാർ കമ്പനികള് തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, ഗുജറാത്ത്, മഹാരാഷ്ട്ര പോലുള്ള രാഷ്ട്രങ്ങള് ഇൻവെസ്റ്റ് ചെയ്യാണ്. ലക്ഷക്കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഇത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അവിടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് വരുന്നത്. ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് നടത്തുന്ന പ്രൊഡക്ഷൻ എങ്ങനെ കണ്ടെയ്നർ കയറി തൊട്ടടുത്ത പോർട്ടിലെത്തി, പോർട്ടിൽ നിന്നും അടുത്ത രാജ്യത്തേക്ക് കയറ്റിയിരിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വികസനം നടത്തുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ജോലി ഉണ്ടാവുള്ളൂ. ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവുള്ളൂ. ഞാൻ കൂടുതൽ അധികം പറയുന്നില്ല. ഇതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഒപ്പം നിൽക്കുന്ന, ഇന്ത്യ മുന്നണിയിൽ അംഗമായിരിക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന 2020 പാർട്ടിയും ഈ മുന്നണിയിൽ അംഗമാണ്. നമ്മൾക്കെല്ലാം അറിയാം, നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തായ കിഴക്കമ്പലം പഞ്ചായത്തില് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. കിഴക്കമ്പലം പഞ്ചായത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനം എന്താണ്? അവിടെ സാധാരണ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന വില്ലകള്, വീടുകൾ, നമ്മൾ സാധാരണ ഗവൺമെന്റിന് കൊടുക്കുന്ന വീടുകളൊക്കെ നമുക്കറിയാം. അതിനെന്തോ ഒരു ഉറപ്പുണ്ട്, എന്തൊക്കെ രീതിയിലാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളത്. കിഴക്കമ്പലം പഞ്ചായത്തില് അവിടുത്തെ പാവപ്പെട്ടവർക്ക് കൊടുത്ത വില്ലകള് നിങ്ങളത് കണ്ടു നോക്കണം. നമ്മളൊക്കെ കാണാതെ കൊതിച്ചു പോകും. കാരണം നമ്മുടെ എറണാകുളം സിറ്റിയിലൊക്കെ കോടികൾ കൊടുത്ത് വാങ്ങുന്ന വില്ലകൾ പോലെ അതിമനോഹരമായ വില്ലകളാണ് കിഴക്കമ്പലം പഞ്ചായത്തില് പാവപ്പെട്ടവർക്ക് പണിത് കൊടുക്കുന്നത്. ആ വില്ലകളുടെ പേര് തന്നെ ഒന്ന് കേൾക്കണം, കോട്സ് വില്ല, ദൈവത്തിന്റെ ഭവനം. അത്ര സുന്ദരമാണ്. അവിടെ ജീവിക്കുന്ന മാലാഖയെ പോലെ അവിടെ ജീവിക്കാൻ കഴിയും. അത്ര മനോഹരമായ ഒരു ഭവനം. അതുപോലെ തന്നെ റോഡുകളായിക്കോട്ടെ, റോഡുകളെല്ലാം BMBC നിലവാരത്തിലാണ്. ഗ്രാമീണ റോഡുകൾ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടോ? ഏതെങ്കിലും പഞ്ചായത്തിൽ കണ്ടോ ഗ്രാമീണ റോഡുകൾ BMBC നിലവാരത്തിൽ? നമ്മൾ നാഷണൽ ഹൈവേ കണ്ടിട്ടുണ്ട്, സ്റ്റേറ്റ് ഹൈവേ കണ്ടിട്ടുണ്ട്. BMBC നിലവാരത്തിൽ ഒരു ഗ്രാമീണ റോഡ്, പഞ്ചായത്ത് റോഡ് നമുക്ക് BMBC നിലവാരത്തിൽ കാണാൻ കഴിയും? കാണാൻ പറ്റില്ല. അത് കാണണമെങ്കിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ തന്നെ പോകണം. അതുപോലെ തന്നെ അവിടുത്തെ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് ഭക്ഷണം, തന്റെ അടുക്കളയിലേക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾക്കും സാധന സാമഗ്രികൾക്കും വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്. അവിടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ 50% മുതൽ 90% വരെ വിലക്കുറവിലാണ് അവിടെ സാധനങ്ങൾ കൊടുക്കുന്നത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചുകൊണ്ട്, ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ച് അവന്റെ മാസവരുമാനത്തിന്റെ ഒത്തിരി അധികം പൈസ ലാഭിക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് ഭക്ഷ്യസുരക്ഷാ സൂപ്പർ മാർക്കറ്റ്. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂർ നിയമസഭയിൽ മത്സരിക്കുന്ന ജി.ബി പാത്തിക്കൽ എന്ന ഞാൻ ജയിച്ച് പെരുമ്പാവൂരിന്റെ MLA ആയി, പെരുമ്പാവൂരിന്റെ ശബ്ദമായി കേരള നിയമസഭയിൽ ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, കേരളത്തിലെ പെരുമ്പാവൂർ നിയമത്തിലെ 7 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് സ്ഥാപിക്കും, തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉറപ്പ് നൽകുകയാണ്. പ്രവർത്തകരോടൊപ്പം സ്ഥാനാർത്ഥി വ്യാപാര സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.